അപ്പോൾ ചക്ക കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കുന്നതിലേക്ക് പോവാം. അപ്പോഴേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇപ്പോൾ ഈ ചക്ക വെട്ടിയെടുത്ത് വേണം എനിക്ക് തയ്യാറാക്കാൻ. നല്ല അരിയാട്ടൊന്നും നടന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ ചക്ക തൊലിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് കഴുകി കുക്കറി വേവിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ചക്ക ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറി വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും അരച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ചക്ക ഞാൻ ഇവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ചുക്ക് പൊടി ഇടണം 1 സ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മതി. പിന്നെ കുറച്ച് ശർക്കര, അത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ട് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം. കുറച്ച് അര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് കലക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോണത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇതിങ്ങനെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരേ രീതിക്ക്. എല്ലാം ഒരുപോലെ ഒന്നുപോലെ കലങ്ങത്തക്ക രീതിയിൽ നമ്മൾ ഇളക്കി എടുക്കണം. കുറേശ്ശെ ഇട്ടാണ് ഇളക്കി എടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ തേങ്ങ 1 കപ്പ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇനി ഇത് എല്ലാം ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം എടുത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഇഡ്ഡലി തട്ടി കോരി ഒഴിക്കത്തക്ക പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ഇപ്പോൾ ശർക്കരപ്പാനി കാച്ചുമ്പോൾ ഇച്ചിരി കൂടുതൽ കാച്ചി വെച്ചാൽ വെള്ളം ഇതുപോലെ അവസാനം വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം, ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കാച്ചിയാൽ. ഇപ്പോൾ ഇത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ ഇഡ്ഡലി തട്ടി കോരി ഒഴിച്ച് വേവിച്ചെടുക്കാൻ വേണം ആവിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ തട്ടിലെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കൂഴച്ചക്കയാണ് ഇതിന് വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ കരണ്ടിയിൽ നിന്ന് കോരി ഒഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വലിവ് പോലെ തോന്നും. അപ്പോൾ ഓരോ പ്രാവശ്യവും കരണ്ടി വെള്ളത്തിൽ മുക്കിയിട്ട് ചക്ക കോരി ഒഴിച്ചാൽ മതി, ആ പ്രശ്നം അങ്ങ് മാറിക്കോളും. അപ്പോൾ ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇച്ചിരി വെളുത്തയും കറുത്തയായിട്ട് ഇടണം. അത് ഇടണമെന്നില്ല, നമുക്ക് വീട്ടിൽ കഴിക്കുന്നതിന് കയ്യിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ചക്ക കൊണ്ട് ഞാൻ തയ്യാറാക്കിയതാണ് ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് കൂഴച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വരിക്കച്ചക്കയാണ് എടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കുറച്ചുകൂടി നല്ലതുപോലെ കിട്ടും. അതുപോലെ കുറച്ചുകൂടി അരിപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. ഇങ്ങനെ സോഡാപ്പൊടി ചേർത്തില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോഡാപ്പൊടി കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഒത്തിരി കൂടി നല്ലതുപോലെ കിട്ടും. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ശർക്കര കുറച്ചുകൂടി ചേർക്കാം. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വരിക്കച്ചക്ക എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിത് ഓർക്കാതെ അങ്ങ് എടുത്തുപോയി.